ഇരിട്ടി നഗരസഭയുടെ 2026-27 വർഷത്തെ ബജറ്റ് നഗരസഭ വൈസ് ചെയർപേഴ്സൺ കെ സോയ അവതരിപ്പിച്ചു. നഗരസഭാ ചെയർമാൻ വി വിനോദ് കുമാർ അധ്യക്ഷനായി. നമ്മുടെ ഇരിട്ടി നഗരസഭയുടെ സമഗ്രമായിട്ടുള്ള വികസനം ലക്ഷ്യമാക്കിക്കൊണ്ടാണ്. നഗരസഭയുടെ വികസനം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ നഗരത്തിലെ കെട്ടിടങ്ങളുടെ വർധന മാത്രമല്ല, ആ നഗരസഭയിൽ ജീവിക്കുന്ന ജനങ്ങളുടെ ഓരോ പൗരന്റെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ സാധിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ സാധിക്കുക എന്നതാണ്. അതുകൊണ്ട് തന്നെ ഈ ഭരണസമിതി നമ്മുടെ എല്ലാ പൗരന്മാരുടെയും ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ സാധിക്കുന്ന നിലയിലേക്കുള്ള ഒരു ബജറ്റാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. 66,59,51,989 കോടി രൂപ വരവും 54,96,57,030 രൂപ ചിലവും 11,62,94,959 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. അഭിമാനകരമായ പ്രസ്തുത പ്രവർത്തനങ്ങളുടെ തുടർച്ചയായി നമ്മുടെ ഇരിട്ടി നഗരസഭയിൽ ഐശ്വര്യപൂർണമായ പ്രവർത്തനങ്ങൾ നടത്താൻ മൂന്നാം ഭരണസമിതിയുടെ ഒന്നാമത്തെ ബജറ്റ് സന്തോഷപൂർവ്വം ഇവിടെ അവതരിപ്പിക്കട്ടെ. കാലാകാലങ്ങളിൽ നടന്നുവരുന്ന തനത് പദ്ധതി പ്രവർത്തനങ്ങൾക്ക് പുറമെ നമ്മുടെ നഗരസഭയിലെ ആവശ്യങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള തനത് പദ്ധതികൾ നമുക്ക് നല്ല രീതിയിൽ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട്. മാലിന്യ സംസ്കരണത്തിന് വേണ്ടി സംസ്ഥാനത്ത് ആദ്യമായി സെപ്റ്റേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് വാഹനം ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചത് എല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയതാണ്. മാലിന്യ സംസ്കരണ മേഖലയിൽ നല്ല മുന്നേറ്റം നമുക്ക് ഉണ്ടാക്കാൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അതോടൊപ്പം ഇരിട്ടി ടൗണും പ്രധാനപ്പെട്ട മറ്റ് ടൗൺ പ്രദേശങ്ങളും സൗകര്യവൽക്കരിക്കാനുള്ള പ്രവർത്തനങ്ങളും നല്ല രീതിയിൽ നടന്നിട്ടുണ്ട്. ഇവയെല്ലാം നിലനിർത്തുകയും അവശേഷിക്കുന്ന പ്രദേശങ്ങളിൽ കൂടി വ്യാപിക്കുകയും ചെയ്യുക എന്ന ഉത്തരവാദിത്വം നമുക്ക് നിറവേറ്റാൻ കഴിയണം. ക്ഷീര കാർഷിക മേഖലയിൽ നമ്മുടെ മുനിസിപ്പൽ പ്രദേശത്തും നല്ല രീതിയിൽ നിലനിൽക്കുന്നുണ്ട്. ഈ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് അഭിമാനത്തോടെ നിലനിൽക്കാൻ പറ്റുന്ന വരുമാനവും അന്തസ്സും ഉണ്ടാക്കുന്ന ശ്രമങ്ങളും നമുക്ക് ഏർപ്പെടാൻ കഴിയണം. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതി വിഹിതങ്ങളെ ആശ്രയിച്ച് മാത്രം മുന്നോട്ട് പോയാൽ നമ്മുടെ മുനിസിപ്പൽ പ്രദേശത്ത് നാം ആഗ്രഹിക്കുന്ന രീതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളും നടത്തുക പ്രയാസകരമായി. ഇതിന് നഗരസഭയുടെ തനത് വരുമാനം വർദ്ധിപ്പിച്ചേ മതിയാകും. തനത് വരുമാനം വർദ്ധിപ്പിക്കുന്നതിൽ ചട്ടങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമായിരിക്കും എന്നതിനാൽ മുഴുവൻ ജനവിഭാഗങ്ങളെയും നഗരസഭാ കൗൺസിലിന്റെയും പൂർണ്ണ പിന്തുണ അത്തരം പ്രവർത്തനങ്ങൾക്ക് ആവശ്യമാണെന്ന് സൂചിപ്പിക്കട്ടെ. കണ്ണൂർ ജില്ലയുടെ മലയോരത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നഗരസഭ എന്ന നിലയിൽ ഇരിട്ടിയുടെ വികസനവും പുരോഗതിയും ഇരിട്ടി നഗരസഭയിലെ ജനങ്ങൾക്കൊപ്പം മറ്റു പ്രദേശത്തെ ജനങ്ങളും ഉറ്റുനോക്കുന്നതാണ്. താലൂക്ക് ആസ്ഥാനവും അനുബന്ധ ഓഫീസുകളും താലൂക്ക് ആശുപത്രി ഉൾപ്പെടെ ഇരിട്ടി ഈ മലയോരത്തിന്റെ ആകെ സ്ഥിരാകേന്ദ്രമാണ്. 2015 നവംബർ 1 ഇരിട്ടി നഗരസഭ രൂപീകരിച്ചിട്ട് 10 വർഷം കഴിഞ്ഞിരിക്കുകയാണ്. നഗരസഭയുടെ നവീകരണത്തിനും വ്യവസായ കേന്ദ്രങ്ങൾ സ്ഥാപിക്കുന്നതിനുമുള്ള സ്ഥലം കണ്ടെത്തുന്നതിനായി 1 കോടി രൂപ ചെലവഴിക്കും. കാർഷിക മേഖല ഇരിട്ടി 2015 മുതൽ നഗരസഭയായി മാറിയെങ്കിലും അടിസ്ഥാനപരമായി ഈ പ്രദേശത്തെ ജനങ്ങൾ കൃഷിയെ തന്നെയാണ് ആശ്രയിക്കുന്നത്. കർഷകരും കർഷക തൊഴിലാളികളും അടങ്ങുന്ന വലിയൊരു വിഭാഗം ജനങ്ങളും ഇരിട്ടി നഗരസഭയുടെ അവിഭാജ്യ ഘടകമാണ്. പഞ്ചവത്സര പദ്ധതി കാലം മുതൽ കാർഷിക മേഖലയ്ക്ക് സർക്കാർ വലിയ പ്രാധാന്യമാണ് നൽകി വരുന്നത്. ഇരിട്ടി പുഴയും നിരവധി ചെറിയ തോടുകളും കുളങ്ങളും പാടങ്ങളും കൊണ്ട് പ്രകൃതിരമണീയമായ നമ്മുടെ നഗരസഭയിലെ പ്രധാന കൃഷി നെല്ലാണ്. പല കാരണങ്ങൾ കൊണ്ട് തന്നെ നെൽകൃഷി കുറഞ്ഞു വരുന്നുണ്ട്. നെൽകൃഷിയോടൊപ്പം തന്നെ മറ്റ് കൃഷികളും വർദ്ധിപ്പിക്കുക എന്നതാണ് നഗരസഭയുടെ പ്രഖ്യാപിത ലക്ഷ്യം. 2026-27 ഈ സാമ്പത്തിക വർഷം കാർഷിക മേഖലയ്ക്ക് 30 ലക്ഷം രൂപ വകയിരുത്തുന്നു. വന്യജീവികൾ കൃഷി നശിപ്പിക്കുന്നതാണ് പ്രധാനമായി കാർഷിക മേഖലയെ അലട്ടുന്ന പ്രധാന പ്രശ്നം. ശാശ്വതമായ ഒരു പരിഹാരം കാണാൻ നമുക്ക് നാളിതുവരെ സാധിച്ചിട്ടില്ലെങ്കിലും അടുത്ത കാലത്തായി സർക്കാർ ഉത്തരവുകളിലൂടെ കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് നടപ്പിലാക്കാൻ സാധിച്ചത് കൃഷിക്ക് ഏറെ സഹായകമായിട്ടുണ്ട്. 2026-27 വർഷത്തിൽ നഗരസഭാ പരിധിയിലെ കർഷക വകുപ്പുകൾക്ക് വന്യജീവി പ്രതിരോധ പ്രവർത്തനങ്ങൾ സബ്സിഡി നൽകുന്നതിനായി 5 ലക്ഷം രൂപ മാറ്റിവെക്കുന്നു. നഗരസഭയിൽ കാലങ്ങളായി നെൽകൃഷി നടത്തി വരികയും പിന്നീട് തരിശാക്കുകയും ചെയ്ത പാടങ്ങൾ വീണ്ടെടുത്ത് നെൽകൃഷി വ്യാപിപ്പിക്കുന്നതിന് അയ്യങ്കാളി നഗര തൊഴിലുറപ്പ് പദ്ധതിയുടെ സേവനം പ്രയോജനപ്പെടുത്തും. കന്നുകാലി വളർത്തുന്ന ജനങ്ങൾക്കിടയിൽ ഇത്തരം പശുക്കളെ ഇൻഷുറൻസ് ചെയ്യാൻ സാധിക്കാത്ത നിരവധി ആളുകളാണുള്ളത്. ഈ വർഷത്തിൽ പ്രത്യേക ശ്രദ്ധ നഗരസഭ നൽകുന്നതിന് തീരുമാനിച്ചിട്ടുണ്ട്. നഗരസഭ പരിധിയിൽ 500 പശുക്കൾക്ക് ഇൻഷുറൻസ് ചെയ്യുന്നതിനായി 7,50,000 രൂപ നഗരസഭ മാറ്റിവെക്കുന്നു. പട്ടികവർഗ വിഭാഗം കുടുംബങ്ങളുടെ സാമ്പത്തിക ഉന്നമനം ലക്ഷ്യമിട്ട് ഈ വർഷം പെണ്ണാടുകളെ വിതരണം ചെയ്യും. അതിനായി 3 ലക്ഷം രൂപ വകയിരുത്തുന്നു. ഈ വർഷം അംഗൻവാടി കലാമേള
ഉണ്ടായിരുന്ന അവസ്ഥയിൽ നിന്നും സ്ത്രീ പുരുഷ സമത്വം ഏറെക്കുറെ യാഥാർത്ഥ്യമായിരുന്നു. സർക്കാർ നഗരസഭയ്ക്ക് അനുവദിക്കുന്ന വികസന ഫണ്ടിന്റെ 10% തുക വനിതാ ഘടക പദ്ധതിക്ക് മാറ്റിവെക്കുന്നു. 50 ലക്ഷം വനിതാ ഘടക പദ്ധതിക്കായി 2026-27 വകയിരുത്തുന്നു. യുവജനക്ഷേമം. മുത്തപ്പഗിരിയിൽ നഗരസഭയുടെ ഉടമസ്ഥതയിലുള്ള സ്ഥലത്ത് ആധുനിക രീതിയിലുള്ള കളിസ്ഥലം ഒരുക്കുന്നതിന് 25 ലക്ഷം രൂപ നീക്കിവെക്കുന്നു. യുവജനതയുടെ കായികക്ഷേമം ഉറപ്പുവരുത്തുന്നതിനും ശാരീരികവും മാനസികവുമായ ഉന്നമനത്തിനും ഉപകരിക്കുമെന്ന് പ്രത്യാശിക്കാം. ലിറ്റി മഹോത്സവം 10 ലക്ഷം രൂപ, കേരളോത്സവം 2 ലക്ഷം രൂപ. എല്ലാ വാർഡിലും സ്വകാര്യ പങ്കാളിത്തത്തോടെ കളിസ്ഥലം നിർമ്മിക്കാൻ ആവശ്യമായ പ്രവർത്തനങ്ങൾ നടത്തും. അതിനുവേണ്ടി 34 ലക്ഷം രൂപ വകയിരുത്തുന്നു. കാർഷിക മേഖല, മൃഗസംരക്ഷണം, ക്ഷീരവികസനം, അംഗനവാടികൾ, വയോജന ക്ഷേമ പദ്ധതികൾ, ഭിന്നശേഷിക്കാരുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ, വനിതകളുടെ ക്ഷേമ പ്രവർത്തനങ്ങൾ, യുവജനക്ഷേമം, പാർപ്പിടം, കുടുംബശ്രീ, ആരോഗ്യം, ദാരിദ്ര്യ നിർമ്മാർജ്ജനം, സ്ട്രീറ്റ് ലൈറ്റ്, പട്ടികജാതി പട്ടികവർഗ വികസനം, സാമൂഹ്യ സുരക്ഷാ പെൻഷൻ, ടൂറിസം മേഖല, പൊതുമരാമത്ത്, കെട്ടിടങ്ങളുടെ അറ്റകുറ്റപ്പണികൾ, വിദ്യാഭ്യാസം, ശുചിത്വ മാലിന്യ പരിപാലന പ്രവർത്തനങ്ങൾ, കുടിവെള്ളം, ജലസംരക്ഷണം, ജൈവവൈവിധ്യ മേഖല, ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾ എന്നിവയിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള ബജറ്റാണ് സമർപ്പിച്ചത്. കണ്ണൂർ BMH കെയർ അറ്റ് ഹോം ഇനി മുതൽ ഒരൊറ്റ ഫോൺ കോളിൽ രോഗി പരിചരണം വീട്ടിലെത്തും. പരിചയസമ്പന്നരായ നഴ്സുമാരുടെയും ഡോക്ടർമാരുടെയും മറ്റ് വിഭാഗങ്ങളുടെയും സേവനം വിളിക്കൂ 9061 423 423. ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ, കണ്ണൂർ. BMH അറ്റ് ഹോം 9061 423 423.